സെക്രട്ടറിന് മുമ്പിൽ സമരം ചെയ്യുന്ന LP-ST റാങ്ക് ഹോൾഡേഴ്സിനോട് പ്രതിഷേധത്തിൽ നിന്നും പിന്മാറണമെന്ന് സർക്കാർ. സമരം നിർത്തണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പ്രതിഷേധക്കാർക്ക് കത്ത് നൽകി. സമരക്കാരുടെ ആവശ്യം പരിഗണിക്കാൻ 2 മാസത്തെ സമയം വേണമെന്നും സർക്കാർ വ്യക്തമാക്കി. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മുടെ സമരത്തെ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ലെറ്റർ കിട്ടുകയുണ്ടായി. ഈ ലെറ്ററിനകത്ത് പറയുന്ന വിഷയം നമ്മുടെ സമരം നിർത്തിവെക്കണമെന്നും സമരത്തെ അനുഭാവപൂർവമായി കാണുന്നുവെന്നും നമ്മുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ 2 മാസത്തിനുള്ളിൽ പഠിച്ച് അതിനുവേണ്ട സാവകാശം 2 മാസം ആവശ്യമുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ആദ്യം എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ കണ്ട സമയത്തും 10 ദിവസം മുൻപാണ്. അതിനെ തുടർന്ന് CM-നെ കണ്ട സമയത്തും 2 പേരും വ്യക്തമാക്കിയ വിഷയമാണ്. അതിപ്പോൾ രേഖാമൂലം നമുക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് വേറെ ഒരു പ്രതീക്ഷയും നമുക്ക് ഇല്ല എന്നുള്ളതാണ് വളരെ ആശങ്ക. സെക്രട്ടേറിയറ്റിന് മുന്നിൽ LP-ST റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്ന അനിശ്ചിതകാല സമരം 1 മാസം പിന്നിട്ടു. ഉദ്യോഗാർത്ഥിയുടെ നിരാഹാര സമരം 7-ാം ദിവസത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ട് കത്ത് നൽകിയത്. എന്നാൽ തങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും പരിഗണിച്ചതായി രേഖാമൂലം ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്നാണ് സമരക്കാരുടെ മറുപടി. മുഖ്യമന്ത്രിയും നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററും ഇവിടെ സമരപന്തലിൽ വന്ന് നമ്മുടെ സമര നായകർക്ക് പറഞ്ഞ് നമ്മൾ പറയുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കാം ഇന്ന ഡേറ്റിനുള്ളിൽ എന്ന് വെച്ചാൽ ഒരു ഡേറ്റ് ഇപ്പം 2 മാസമാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അത് എന്ന് വരെ എന്ന് അവർ കൺഫേം ചെയ്ത ഒരു ഡേറ്റ് പറഞ്ഞ് നമുക്ക് നമ്മൾ പറയുന്ന ഡിമാൻഡുകളെല്ലാം അംഗീകരിക്കാം എന്നുള്ള ഒരു ഉറപ്പ് തന്നാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. അധ്യാപക വിദ്യാർത്ഥി അനുപാതം പുനർനിശ്ചയിച്ച് കൂടുതൽ നിയമനങ്ങൾ നടത്തണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രധാന ആവശ്യം. മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി എന്നിവർ ഉൾപ്പെടുന്ന ചർച്ച സംഘടിപ്പിക്കണമെന്നും സമരക്കാരുടെ പ്രതിനിധികളെ ചർച്ചയിൽ പങ്കെടുപ്പിച്ച് അനുകൂല തീരുമാനമെടുക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.